മിസ്റ്റർ സഞ്ജയ്, ആ, അവരെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ ഡോക്ടർ? പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോള് വന്നിരുന്നു. ഇവിടെ നിന്ന് അവരുടെ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. കുറച്ച് ദൂരെ നിന്ന് ഒരു തീർത്ഥാടനത്തിന് വന്നവരുടെ കൂട്ടത്തിലെ സ്ത്രീയാ അവര്. നേരം പുലരാറായി, ഇപ്പോഴെങ്കിലും വിവരം കിട്ടിയല്ലോ. ബന്ധുക്കൾ ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞോ? ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. അവരിവിടെ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ഒരു ശരണാലയത്തിലെ അന്തേവാസിയാണ്. അമ്മാളുവമ്മ എന്നാണ് അവരുടെ ഓർഫനേജിലെ പേര്. ശരിക്കുള്ള പേരെന്താണെന്ന് ആർക്കും അറിയില്ല. അതിന്റെ കോർഡിനേറ്റർ ഒരു കമ്മത്തുന്നൊരാളും എന്നെ വിളിച്ചിരുന്നു. 8-9 വർഷം മുമ്പാണത്രേ അവരാ ഓർഫനേജിൽ ചെന്നെത്തുന്നത്. അവരുടെ ബാക്ക് സ്റ്റോറിയൊന്നും അവിടെ ആർക്കും അറിയില്ല. അതിനു മുമ്പ് കുറെ കാലം ഒരു മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു അവർ. അല്ല, ഞങ്ങളുടെ കാര്യത്തിൽ എന്താ ഡോക്ടർ തീരുമാനം? അവർ വരുന്നവരെ കാത്തിരിക്കണമെന്നാണോ? അല്ല, ഇവിടെ നിന്ന് വീടെത്താൻ ഒത്തിരി ദൂരം യാത്രയുണ്ടേ. രാവിലെ അവരെത്തിക്കോളും. നിങ്ങൾ പോയിക്കോളൂ. പിന്നെ നിങ്ങൾക്ക് കുറെ ചെലവ് വന്നിട്ടുണ്ടെന്നറിയാം. അവർ വന്നിട്ടാണെങ്കിൽ അതിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാം. തിരിച്ചു വാങ്ങാനല്ല ഡോക്ടർ ഞാനത് പേ ചെയ്ത്. അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള ബില്ലടച്ചു പോകാനും ഞാൻ തയ്യാറാ. ഒരു ഓർഫനേജിലല്ല അവർ കഴിയുന്ന. അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാനല്ലേ കൊണ്ടുവന്നത്. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി പറയട്ടെ. ഡിസ്ചാർജ് രാവിലെ തന്നെ ഉണ്ടാവും. ഓ, എന്നിട്ടേ ഹോസ്പിറ്റൽ ബില്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അവരെ പ്രയാസപ്പെടുത്തണ്ട ഡോക്ടർ. എന്റെ വിസിറ്റിംഗ് കാർഡ് ഞാൻ തരാം. അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ആളോട് എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളാ. എവിടെയാ സാർ വർക്ക് ചെയ്യുന്നത്? ആ, എന്റെ പേര് സഞ്ജയ് പണിക്കർ. ഞാൻ മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, നിങ്ങളെപ്പോലെ ഒരാൾ ഒരു രാത്രി മുഴുവനുണ്ട് കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. എനിവേ, നൈസ് ടു മീറ്റ് യു മിസ്റ്റർ സഞ്ജയ്. ആ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഓക്കെ, വൈഫിനെ കൂട്ടി പോയിക്കോളൂ. ആ, പേഷ്യന്റിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ആ, താങ്ക് യു. ശരി എന്നാ. കഴിക്കും മുത്തശ്ശി. മതി മോളെ, ഇച്ചിരി കൂടി കഴിക്ക്. വേണ്ട. എന്താ മോളുടെ പേര്? ഞാൻ എന്റെ പേര് പറഞ്ഞതാ മുത്തശ്ശി. ഇനി മുത്തശ്ശിയുടെ പേര് പറയോ? എന്റെ പേര് അമ്മൂന്ന. ശരിക്കുള്ള പേര് ലക്ഷ്മി. ശരിക്കും മോള് ലക്ഷ്മി തന്നെയാ. ഇനി പറഞ്ഞേ, മുത്തശ്ശിയുടെ പേരെന്താ? ആ, ഒരു മോളുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ മോളുടെ പേരെങ്കിലും മുത്തശ്ശി പറ. എന്നോട് മുത്തശ്ശിക്ക് സ്നേഹമല്ല അല്ലേ? ഞാൻ ഓർക്കുന്നില്ല മോളെ. അല്ലെങ്കിൽ ഞാൻ മോളോട് പറയാതിരിക്കോ? മോളെ കണ്ടപ്പോ എന്തൊക്കെയോ ഓർമ്മകള് വരിക. ചായം ബ്രെഡ് എവിടെ നിന്ന് കിട്ടി? അത് സിസ്റ്റർ തന്നതാ. മുത്തശ്ശിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ സിസ്റ്ററോട് പോയി ചോദിച്ചു. പാലും ബ്രെഡും തന്നു. അമ്മാളും അമ്മ എന്നല്ലേ മുത്തശ്ശിയുടെ പേര്? ബന്ധുക്കൾ വിളിച്ചോ? ആ, അവര് രാവിലെ വരും. പോകുന്ന വഴി വിവരങ്ങളൊക്കെ ഞാൻ പറയാം. നമുക്ക് പോവാം. ചായ കുടിച്ചോ? കുടിച്ചു. കുറച്ച് ബ്രെഡും കഴിച്ചു. ഡോക്ടർ നിങ്ങളോട് പൊയ്ക്കോളാൻ പറഞ്ഞു. മുത്തശ്ശിയുടെ ആൾക്കാർ രാവിലെ എത്തും. ശരി സിസ്റ്റർ. ആ, ഞാൻ എന്റെ വിസിറ്റിംഗ് കാർഡ് ഡോക്ടറിന് കൊടുത്തിട്ടുണ്ട്. ആ, നിങ്ങൾ പൊയ്ക്കോ. വാ. ഞങ്ങൾ പൊക്കോട്ടെ മുത്തശ്ശി. മുത്തശ്ശി സങ്കടപ്പെടണ്ട. ബന്ധുക്കളെല്ലാം ഉടനെ ഇങ്ങ് വരും.
നീ വരുന്നുണ്ടോ? കുട്ടി ചെല്ലു, മുത്തശ്ശിയെ ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശി, എവിടെങ്കിലും വെച്ച് വീണ്ടും കാണാം മുത്തശ്ശി. നമ്മൾ വീണ്ടും കാണും. ഗൗരി മോളെ, നീ തന്നെയാണോ മോളെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പോയത്? എന്റെ അമ്മ ജീവനോടെ തന്നെ ഉണ്ട്. അവര് വന്നെന്ന് തോന്നുന്നേ. വാ. ഇവിടെ ആരും ഉറങ്ങിയില്ലേ? ചേച്ചിയുടെ അമ്മേ. ചേച്ചിയുടെ അമ്മയല്ലേ? ഇനി നീ മേലെ എന്നെ അങ്ങനെ വിളിച്ചു പോവരുത്. ഞാൻ അമ്മുവിന്റെ അമ്മയെ. നിന്നെ ഞാൻ മോളെ നിന്ന് വിളിച്ചോട്ടെ. അതിന് മോളോട് അനുവാദം ചോദിക്കേണ്ട അവസ്ഥയാ. നിന്നെ ഞാനൊരു ശത്രുവിനെ പോലെ ഇതുവരെ കണ്ടത്. നീ കാരണം എന്റെ ശ്രീകുട്ടി ദുഃഖിക്കേണ്ടി വരുമെന്ന് വിശ്വസിച്ചവളാ ഞാൻ. അമ്മോ, നിന്നെ ഞാൻ പരുഷമായ വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുമ്പോഴും നീ എന്നെ സ്നേഹിച്ചു. വല്യപ്പച്ചിക്ക് എന്താ പറ്റിയേ? ഇനിയും ഞാൻ കണ്ണും കാതും ഇല്ലാത്തവളായി ജീവിക്കണോ മോനെ? നിന്നെ ശ്രീദേവി മകളായി അംഗീകരിച്ചത് നിന്നിലെ നന്മ തിരിച്ചറിഞ്ഞ. ഞാൻ നിന്നെ ഒരുപാട് ദൂരം അകലെ നിർത്തി. എന്റെ മോളുടെ വിവാഹ നിശ്ചയത്തിൽ നിന്ന് പോലും നിന്നെ മാറ്റി നിർത്തി. എന്തെല്ലാം പാപങ്ങളാ അമ്മു നിന്നോട് ഞാൻ ചെയ്തത്. നിന്നെ ഞാൻ വെറുക്കാനുള്ള കാരണം തിരിച്ചറിഞ്ഞ് എന്റെ ശ്രീകുട്ടിയെ തിരുത്തിയവളാ നീ. ഒരമ്മ മനസ്സറിഞ്ഞ മോള് എന്റെ ശ്രീകുട്ടിയോട് സംസാരിച്ചത്. അമ്മ അതൊക്കെ കേട്ടോ? മോളെ, എനിക്കിന്ന്
വലിയ സന്തോഷമുള്ള ദിവസമാണ്. എന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, അച്ഛനെ പോലെ എന്റെ അനിയത്തിയെയും അമ്മ ഒരു മോളെ കണ്ട് സ്നേഹിച്ചെങ്കിലെന്ന്. കണ്ടില്ലേ സഞ്ജു, ഇങ്ങനെ ഒരു ദിവസം വന്നു. ഇത് ഞാൻ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നമാണോ? നന്മയുള്ള ഒരാളെയും നമുക്ക് അധിക കാലവും തിരസ്കരിച്ച് മാറ്റി നിർത്താൻ കഴിയില്ല കാഞ്ചനെ. പ്രഭ പറയുന്നത് സത്യമാ. കേട്ടോ മോളെ, നീ ഇതുവരെ അറിയാതെ പോയൊരു കാര്യമുണ്ട്. നീ ഹോസ്പിറ്റലായിരുന്ന സമയം ഞാനും കാഞ്ചനയും മനസ്സുകൾ കൊണ്ട് ഒരുപാട് ദൂരം അകന്നതാ. അത്രയ്ക്ക് കുറച്ച് പറയണ്ടങ്ങളെ. രണ്ടുപേരും പരസ്പരം ഡിവോഴ്സ് വേണോന്ന് വരെ വാശി പിടിച്ച് നിന്നതാ. ഒന്നും നിന്നെ അറിയിക്കണ്ടെന്ന് കരുതി ആരും പറയാതിരുന്നതാ. അച്ഛാ, അമ്മേ, നിങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാനത് അമ്മയോട് പറയുകയും ചെയ്തു. വളരെ കാലം ഒന്നിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. ചെറിയൊരു വിഷയം മതി അതുവരെയുള്ള സ്നേഹവും വിശ്വാസവും തകരാൻ. അപ്പൊ സീരിയസ് ആയിരുന്നില്ലേ? അല്ലെന്ന് എന്തിനു പറയണം? 26 വർഷം കൂടെ ജീവിച്ച മനുഷ്യൻ മുഖത്ത് നോക്കി ഡിവോഴ്സ് ചോദിച്ച ഒരു ഭാര്യ എന്തു ചെയ്യണം? ഇനി അതീ പിടിച്ചൊരു തർക്കമൊന്നും വേണ്ട. രണ്ടുപേർക്കിടയിലെയും മഞ്ഞുരുക്കിയത് അമ്മുവാ. എന്നിട്ട് നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അമ്മു. ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ മാപ്പ് ചോദിക്കുക. കാഞ്ചന എന്നോട് പോലും സോറി പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ചേച്ചി പറഞ്ഞതുപോലെ ഞാനും സ്വപ്നം കാണുകയാണോ? ഇനി അമ്മൂന്റെ സ്ഥാനം എന്റെ മനസ്സില്. ഇനി ഞാൻ എന്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. ശ്രീകുട്ടി പറഞ്ഞതുപോലെ ദൈവം എന്റെ രണ്ടാമത്തെ മകളെ എനിക്ക് തിരിച്ചു തന്നു. രാജു, അടിക്കട വിസില്. പിന്നെന്താ, എപ്പ അടിച്ചെന്ന് ചോദിച്ചാ മതി. അമ്മു, നീങ്ങി വന്നേ. നിനക്ക് സന്തോഷായില്ലേ അമ്മു? ഒടുവിൽ നീ എന്റെ അമ്മയുടെയും കണ്ണു തുറപ്പിച്ചു. ചേച്ചി കൂടെയുള്ളപ്പോ എന്റെ സന്തോഷത്തിന് എന്താ കുറവ്? നീ എന്നെ റൂമിലേക്ക് കൊണ്ടുപോ.
നിങ്ങൾ രക്ഷിച്ച സ്ത്രീ ആരാണെന്നറിയോ മോനെ? അവർക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും ഇല്ല മുത്തച്ഛ. ഒരു ശരണാലയത്തിലാ അവർ കഴിയുന്നത്. തീർത്ഥാടനത്തിന് വന്ന് കൂട്ടം തെറ്റിപ്പോയതാ. അവരെ അന്വേഷിച്ച് വരാൻ ആരും ഇല്ലാതെ വന്നപ്പോഴാ ഞങ്ങള് ഹോസ്പിറ്റലിൽ പെട്ടുപോയത്. ഒടുവിൽ ശരണാലയത്തിൽ നിന്ന് വിളി വന്നു. അവര് രാവിലെ എത്തും. ഉപേക്ഷിച്ചു വരാതിരുന്നത് നന്നായി മോനെ. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ദൈവം കണ്ടില്ലെന്ന് നടിക്കില്ല. ആപത്ത് കാലത്ത് അതിന്റെ ഫലം കിട്ടും. അത് പിന്നെ എങ്ങനെയാ? മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിച്ച് അമ്മ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ? എവിടെ ഈ ശരണാലയം? ആ, അതറിയില്ല മുത്തശ്ശി. അവരെ പറ്റി ശരണാലയത്തിലുള്ളവർക്കും വലിയ അറിവൊന്നുമില്ല. കുറെ കാലം മാനസിക നില തെറ്റി അവർ മെന്റൽ ഹോസ്പിറ്റലായിരുന്നു എന്നാ കേട്ടത്. എത്ര വയസ്സുണ്ട് അവർക്ക്? ആ, കണ്ടിട്ടൊരു 70 വയസ്സൊക്കെ വരും. അമ്മാളും അമ്മ എന്നാ ശരണാലയത്തിലുള്ളവർ പേര് പറഞ്ഞത്. ശരിക്കുള്ള പേര് അതൊന്നുമല്ല. പൂജകളൊക്കെ ശാസ്ത്രികൾ പറഞ്ഞതുപോലെ ചെയ്തില്ലേ? ആ, എല്ലാം ചെയ്തു. നീ ചെന്ന് ഉറങ്ങും മോനെ. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. വിവരങ്ങളൊക്കെ അമ്മു പറയും. ഞാൻ അല്പനേരം ഉറങ്ങട്ടെ. ചെല്ല്. ശരി. ശാസ്ത്രികൾ പറഞ്ഞ പ്രകാരം പൂജകളൊക്കെ ചെയ്ത നിലയ്ക്ക് ഇനി തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രഭ രാവിലെ ശാസ്ത്രികളെ വിളിച്ച് വിവരങ്ങളൊന്ന് പറ. ഇനി മുഹൂർത്തം കുറിക്കാം. കുടുംബത്തിലൊരു സമാധാനം കൈവന്നു. വെളുക്കാൻ ഇനിയും സമയമുണ്ട്. വരൂ, നമുക്ക് പോയി കിടക്കാം. ചെല്ല്. അല്ലേ? അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം. മഴയെ പുണരും പൂവിൻ മൗനം, ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം. മനമറിയാതെ തിരയുകയോ നീ എൻ്റെ ഉള്ളം. നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം. നിന്മേ തൊട്ടു പൂമേടത്തോറും കാറ്റായി നീളെ നിന്നോടൊന്നു ചേരാൻ തുടിക്കും മോഹം. മഴയേ അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ മനസ്സുകൊണ്ട് ലക്ഷ്മിയെ ദൂരെ നിർത്തുമ്പോഴും
ഓരോരോ നിമിത്തങ്ങൾ പോലെ ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണം മനസ്സിലാവുന്നില്ല. മതി, സന്തോഷായി. ഇത്രയൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ.